സുപ്രീം കോടതിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സമരം അവസാനിപ്പിച്ച എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ സമരം നീണ്ടത് 11 ദിവസമാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് പ്രതീകാത്മക സമരം തുടരുമെന്നും സേവനം മുഖ്യമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, എന്തായാലും ഇത്രയും ദിവസം നീണ്ടുനിന്ന ആ സമരത്തിന് അറുതി ആയിരിക്കുന്നു, അങ്ങനെ തന്നെ കരുതാം അല്ലേ? നമ്പ്യാർ, കൊൽക്കത്തയിൽ PG വിദ്യാർത്ഥിയായ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിന് ഇടയായി കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് കഴിഞ്ഞ 11 ദിവസമായി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയത്. ഇത് അവിടുത്തെ ആരോഗ്യ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ബാധിച്ചു എന്നുള്ളതാണ്. രോഗികൾക്ക് യഥാസമയം ചികിത്സ കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടായി. ഏതായാലും രാജ്യത്തുടനീളം ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നുമായി സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മുൻകൈ എടുത്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ കോടതി തന്നെ മുൻകൈ എടുത്തു എന്നുള്ളതാണ്. അതായത് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഒരു സമിതിയെ നിശ്ചയിച്ചിരിക്കുന്നു. ആ സമിതി ഡോക്ടർമാർ ഉന്നയിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ട് അതിന് വ്യക്തമായ ഒരു നിലപാടുണ്ടാകും എന്നുള്ള കാര്യം സുപ്രീം കോടതി കൂടി ചീഫ് ജസ്റ്റിസ് കൂടി പറഞ്ഞതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലിപ്പോൾ ഈ റെസിഡന്റ് ഡോക്ടർമാർ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അവരുടെ ഡ്യൂട്ടിക്ക് ശേഷമുള്ള പ്രതീകാത്മക സമരങ്ങൾ തുടരുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സമരം അവസാനിപ്പിച്ച എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ സമരം നീണ്ടത് 11 ദിവസമാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് പ്രതീകാത്മക സമരം തുടരുമെന്നും സേവനമാണ് മുഖ്യമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.